സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ. ഇന്ന് ഞാൻ വിഷുവിൻ്റെ സ്പെഷ്യലായിട്ട് മാമ്പഴം കൊണ്ടുള്ള ഒരു പായസം ഉണ്ടാക്കും. മാമ്പഴം മാത്രമല്ല കേട്ടോ, സാവല്ലരി ഉണ്ട്, സാബൂദാന, അത് കുറച്ച് ചേർക്കുന്നുണ്ട്. മാമ്പഴം ചേർത്ത് ഞാനൊരു പായസം ഉണ്ടാക്കണം. സ്പെഷ്യൽ പായസമാണ്, വിഷു സ്പെഷ്യൽ കേട്ടോ. നമുക്ക് എല്ലാവർക്കും വിഷു വരവാണ്. അപ്പം ആദ്യം തന്നെ എന്താ ചെയ്യുന്നത്, മാമ്പഴം ഇതായി വണ്ടം വാങ്ങി കേട്ടോ, വേറെ വാങ്ങിയതല്ല. എല്ലാ അത്ര പഠിത്തമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഇനി ഇത് മിക്സിയിലൊന്ന് അരയ്ക്കാൻ പോകാം. ചക്ക ചെയ്യണ പോലെ ഇത് എണ്ണ പോലെ അരച്ചു മാമ്പഴം കേട്ടോ. 4 മാങ്ങയുണ്ടോ കേട്ടോ, 4 മാങ്ങ. ഇതിൽ ശർക്കര നീരും ചേർത്ത് നമ്മളിതിനെ വരട്ടിയിടും. എന്നിട്ടാണ് പായസം ഉണ്ടാക്കുക. പിന്നെ മാങ്ങ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ശർക്കര ചേർക്കാം. വളരെ എളുപ്പത്തിൽ മാമ്പഴ പായസം ഉണ്ടാക്കാം. മാങ്ങ അങ്ങനെ വരട്ടി വെക്കാം, ചക്ക വരട്ടി വെക്കുന്ന പോലെ മാമ്പഴം വരട്ടി വെക്കാൻ പറ്റില്ല. നമ്മളൊന്നും ചെയ്യാറില്ല, പക്ഷെ വേണമെങ്കിൽ ചെയ്യാം. ഇത് സെർവ് ചെയ്താൽ വെക്കാം. അതിനിടയിൽ സാബൂദാന, സാവല്ലരിയുടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കുറച്ചൊന്ന് വേവിച്ച് എടുക്കണം. ഇതിനിടയിൽ ഒന്ന് കടിക്കാൻ വേണ്ടി ഇതാണ് അത് നമ്മൾ മധുരം നോക്കി ഒഴിച്ചാൽ മതി. കുറച്ച് മാങ്ങ, അതിന് മധുരം ഇടും. മാങ്ങാൻ ചെയ്യും, ശർക്കര കുറവ് കേട്ടോ. നല്ല പോലെ ഇനി ഇതിൽ തേങ്ങാപ്പാൽ ചേർത്ത് പായസമാക്കണം. പറ്റട്ടെ കേട്ടോ. നെയ്യ് ഒഴിച്ചു. സാധാരണ ചക്ക വരട്ടിയ പായസം പോലെ ഇങ്ങനെ മാങ്ങ വരട്ടിയത് കേട്ടോ. എന്താ നല്ല ഗ്ലേസിംഗ് ആയിട്ട് വരണമൊക്കെ എന്ത് രസാ. ഇനി നോക്കൂ, തേങ്ങാപ്പാല് കലക്കി വെച്ചിടും. ഇത് 1-ാം പാലാണ്, ഞാൻ വേറെ പാലൊന്നും വെച്ചിട്ടില്ല. ഇത് 1-ാം പാലാണ്, ഇത് 1-ാം പാലാണ് കേട്ടോ. ഒരു മുറി തേങ്ങയുടെ പാല് കുറച്ചുണ്ടാകുള്ളൂ. സാവല്ലരി തിളച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അത് വേവട്ടെ, എന്നിട്ട് വേണം നമുക്ക് ഇതിലിടാൻ. നല്ലോണം വേവട്ടെ കുറച്ച്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കും. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തിളക്കേണ്ട ആവശ്യമില്ല. നല്ല പോലെ ഈ സിമ്മിൽ വെച്ചിട്ടാണ് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചത്. മാമ്പഴ പായസം വളരെ ടേസ്റ്റുള്ള പായസമാണ്. പക്ഷെ മാമ്പഴത്തിൽ ഇനി ആ സാവല്ലരി വെന്ത് ഇടണം, അപ്പോഴത് ശരിക്കും ഉള്ള പായസമാവും. നല്ല പോലെ സാവല്ലരി വെന്തു. ഈ സാവല്ലരി ഇത് ചേർക്കണം. ഇത് തേങ്ങാപ്പാൽ ചേർക്കുന്നതിന് മുമ്പ് ചേർക്കണമായിരുന്നു. കാര്യമില്ല, കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാകും. അപ്പോൾ ഇത് പായസം ഒരു ഭംഗി. അതിൽ മുച്ചുകൾ കിളങ്ങണുണ്ട്, മുച്ചുകൾ കിടന്നാടണുണ്ട്. ഇത് രസം നോക്കും. അതിന് ചൂട് ഏലക്കായ കൊടുക്കും. ഏലക്ക പൊടിച്ചിട്ടുണ്ട് കേട്ടോ. ഏലക്ക പൊടിച്ചിട്ട് മതി. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇടാൻ ഞാൻ അതിന് കൊടുത്തില്ല. നെയ്യിട്ടുണ്ട്, ഏലക്കായ പൊടിച്ചിട്ടുണ്ട്, മുത്ത് പോലെയുള്ള ഇതിട്ടുണ്ട്. പായസം നോക്കും, മാമ്പഴ പായസം, മാമ്പഴ സാവല്ലരി പായസം, സാബൂദാന എന്ന് പറയും. അല്പകാലമായി. എന്താ ഇതിന്റെ ടേസ്റ്റ് നോക്കട്ടെ. പുളിപ്പും മധുരം കലർന്ന് നല്ല ടേസ്റ്റ്, നല്ല സ്വാദം. ചക്കപ്പായസത്തിനേക്കാളും ഇരട്ടി സ്വാദിന്റെ മാമ്പഴ പായസത്തിന്. ഒരു സ്പെഷ്യൽ വെറൈറ്റിയാണ്. ഈ വിഷുവിന് എല്ലാവരും മാമ്പഴ പായസം ഉണ്ടാക്കി നോക്കണം. മാമ്പഴം വളരെ ധാരാളം കിട്ടുന്നത്. നല്ല മാമ്പഴം, 3 മാങ്ങ മതി കേട്ടോ. അല്ലെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഏതെങ്കിലും മാമ്പഴം വെച്ച് ആവശ്യമില്ല. കൊച്ചു കൊച്ചു മാമ്പഴ പുളിശ്ശേരിയുടെ മാങ്ങ ഉപയോഗിക്കരുത്. എല്ലാവരും ചെയ്യണം. എന്നിട്ട് കമൻസ് എഴുതണം. എൻ്റെ ഈ മാമ്പഴ പായസം എങ്ങനെയുണ്ടെന്ന്. വളരെ സ്വാദുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെല്ലാവരും സ്പെഷ്യലായിട്ട് മാമ്പഴ പായസം ഉണ്ടാക്കും എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ. പിന്നെ ലൈക്ക് ചെയ്യണം, എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.